മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട ആരോപണം പ്രതികരിച്ച് ടി.പി. രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോട് പ്രതികരിച്ച് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. അമേരിക്കയിൽ തുടങ്ങിയ ചികിത്സയുടെ തുടർച്ചയ്ക്കാണ് മുഖ്യമന്ത്രി പോയത് എന്നായിരുന്നു ടി.പി. രാമകൃഷ്ണന്റെ പ്രതികരണം. അമേരിക്കയിൽ മാത്രമേ ഈ ചികിത്സ ലഭ്യമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ആരോഗ്യ മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള സമരങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്തെ അപകടം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിനെ ചൊല്ലി അക്രമ സമരങ്ങൾ അരങ്ങേറുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നു. ഇങ്ങനെയാണോ സമരങ്ങൾ നടത്തേണ്ടതെന്നും ടി.പി. രാമകൃഷ്ണൻ ചോദിച്ചു. മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കും. ചില മാധ്യമങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്നും ടി.പി. രാമകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വളർച്ചയെന്നാൽ സർക്കാർ ആശുപത്രികളുടെ വളർച്ച മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടുന്നതിൽ തെറ്റില്ല എന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. പത്തനംതിട്ടയിലെ ആരെങ്കിലും വീണ ജോർജിനെതിരെ പരസ്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പാർട്ടിക്കകത്ത് കാര്യങ്ങൾ പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാറിനെതിരായ വിമർശനം സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാന്റെ പരാമർശം സംബന്ധിച്ചും ടി.പി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. അദ്ദേഹം സ്വന്തം അനുഭവം പറഞ്ഞതാകാം. സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് താൻ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിൽ തൻ്റെ ജീവൻ പോയേനെ എന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു.